ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ പറയുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ആമുഖം എന്ന് പറയുന്നത്. അതായത് ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ ഒരു സാരാംശം, ആ സാരാംശമാണ് ഈ പറയുന്ന ആമുഖത്തിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാഗം, ആ ഭാഗമാണ് ആക്ച്വലി ഈ ആമുഖത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ആമുഖത്തെ പ്രധാനമായിട്ടും 1946 ഡിസംബർ 13-ന് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന വഴി നമ്മൾ പറഞ്ഞു, നാൾ വഴികൾ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് 1943 ഡിസംബർ 13-നാണ് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത്. അപ്പൊ ഈ പറയുന്ന ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കൊരു പ്രിയാമ്പിൾ അഥവാ ഇന്ത്യക്കൊരു ആമുഖം വേണം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്നുള്ള ഒരു ആശയത്തിലേക്കൊക്കെ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ 73 വാക്കുകളാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഈ പറയുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ഒരു ആശയമാണ് പ്രിയാമ്പിൾ അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന് പറയുന്ന ആശയം. അപ്പോൾ ഈ ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതായത് ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആമുഖത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറയാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ആദ്യമായിട്ട് വെച്ചത് BN റാവു ആണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് പറയുന്നത് BN റാവു ആണ്. അത്തരത്തിൽ ആമുഖം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും പിന്നീട് ആ ആവശ്യത്തിന്റെ ചൂട് പിടിച്ചാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമയത്ത് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയും പിന്നീടാണ് ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത്. ഇനി ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തതെന്ന് പറയുന്നത് റാം മോഹർ സിംഘയാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിന്റെ കവർ പേജ് എന്ത് ചെയ്തത്, തയ്യാറാക്കിയത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന ആമുഖത്തെ അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3 സെക്ഷൻസുകളായിട്ട് തരംതിരിച്ച് വെക്കാൻ പറ്റും. അതായത് അത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന സെക്ഷൻസുകളായിട്ട് തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ഫേസസുകളായിട്ട് തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ പ്രിയാമ്പിൾ അഥവാ ഒറ്റ ഒരു ആമുഖമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണപ്പെടുന്നത്. നമ്മൾ പഠിക്കാനുള്ളതും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഫേസസുകളായിട്ട് പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഫേസസിൽ സോഴ്സ് ഓഫ് പവറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അധികാരത്തിന്റെ സ്രോതസ്സുകളെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ പറയാം. ഇനി രണ്ടാമത്തത് നേച്ചർ ഓഫ് സ്റ്റേറ്റ്സ്, നമ്മുടെ സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ നേഷന്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് എന്തായിട്ട് കൂട്ടാം? മൂന്നാമത്തെ ഭാഗമായിട്ട് കൂട്ടാം, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. അപ്പൊ ഇത്തരത്തിൽ 3 ഭാഗങ്ങളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഭരണഘടനയുടെ ആമുഖത്തെ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം, സോഴ്സ് ഓഫ് പവർ. സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അഥവാ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി കൺസോൾഡേറ്റഡ് എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് അവിടുത്തെ പവർ എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ് അല്ലെങ്കിൽ ആരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? വി ദ പീപ്പിൾ, അവിടുത്തെ ജനങ്ങളിലാണ്, ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാരിലുമാണ് അവിടുത്തെ പവർ, ഇന്ത്യയുടെ പവർ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എല്ലാം തന്നെ അവിടെയുള്ള ആർക്ക് തന്നെയാണ്? അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയതും ജനങ്ങൾ തന്നെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ കൊണ്ട് അങ്ങനെ പറയുന്നതിന് കാരണം തന്നെ അത് തന്നെയാണ്. അപ്പോൾ ഓരോ ജനങ്ങളുടെ മേലുമാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് നമ്മുടെ പ്രിയാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി കൺസോൾഡേറ്റഡ് എന്ന് തുടങ്ങുന്ന സെന്റൻസിലാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്തത് നേച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഫേസ്. അതായത് നേച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന് പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയൊക്കെയാണ്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇത്തരത്തിലൊക്കെയാണ്, സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ സോവറിൻ എന്ന് പറയുമ്പോൾ പരമാധികാരം, സോഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ സ്ഥിതി സമത്വം, സെക്കുലർ മതേതരത്വം,
ഡെമോക്രാറ്റിക് ജനാധിപത്യം, റിപ്പബ്ലിക് അഗെയിൻ റിപ്പബ്ലിക് തന്നെയാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ പരമാധികാരം അഥവാ സോവർജിൻ, സോവർജിൻ എന്ന് പറയുമ്പോൾ പരമാധികാരം എന്ന് പറയുമ്പോൾ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ആർക്കുള്ള അധികാരം? ആ രാഷ്ട്രത്തിനുള്ള അധികാരം. അതാണ് ഈ പറയുന്ന പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരിൽ തന്നെയുണ്ട് പരമാധികാരം. അതായത് ബാഹ്യമായതോ ആഭ്യന്തരമായിട്ടോ ഉള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രത്തിന്റെ തീരുമാനം അതാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിനാണ് അധികാരം എന്നാണ് പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതിസമത്വം. സ്ഥിതിസമത്വം എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കുറിച്ച് ഒരു അതിനെ കുറച്ചുകൊണ്ട് ഒരു സാമൂഹ്യ നീതി എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സ്ഥിതിസമത്വത്തിൽ പറയുന്നത്. കാരണം സാമുദായികപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നുമുള്ള വ്യത്യാസങ്ങൾ ഇല്ല, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് പറഞ്ഞു വെക്കുകയാണ് സ്ഥിതിസമത്വത്തിലൂടെ. ഇനി സെക്കുലർ എന്ന് പറയുമ്പോൾ മതേതരത്വമാണ്. അപ്പം മതേതരത്വം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള മതത്തിൽ എന്ത് ചെയ്യാം? ആളുകൾക്ക് വിശ്വസിക്കാം. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുവാനുമുള്ള അധികാരമുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്തിടത്തോളം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അവരുടെ റൈറ്റ്സുകളെ ഹാനികരിക്കാത്ത രീതിയിൽ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. അതുപോലെ രാഷ്ട്രം ഒരു മതത്തോട് വിവേചനം കാണിക്കുന്നില്ല. അതായത് രാഷ്ട്രം ഇന്ന മതത്തെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രം ഇന്ന ആളുകളെ ഇന്ന മതത്തിൽ വിശ്വസിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു മതത്തെ എന്ത് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ വേറൊരു മതത്തിനെ വിവേചനത്തോടുകൂടി കാണുന്നില്ല. എല്ലാ മതത്തിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അതുപോലെ തന്നെ അതേസമയം നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മതം ഇല്ല. ബാക്കി ചില രാഷ്ട്രങ്ങൾക്കുണ്ട്. ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു മതം എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു മതം ഇല്ല. അപ്പോൾ അതാണ് സെക്യുലാരിസത്തിലൂടെ, അതായത് മതേതരത്വത്തിലൂടെ പറഞ്ഞു തരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഇനി ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രാറ്റിക് നമുക്കറിയാം ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ തന്നെയാണ് ജനങ്ങളെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരാശയമാണ് ജനാധിപത്യത്തിലൂടെ ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ രാഷ്ട്ര തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്ന രീതിയാണ്. രാഷ്ട്രത്തിലെ തലവന്മാരെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ നിശ്ചയിക്കുന്ന ഒരു രീതിയാണ് റിപ്പബ്ലിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് നമ്മുടെ ആമുഖത്തിലൂടെ അല്ലെങ്കിൽ പ്രിയാമ്പിളിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നേച്ചർ ഓഫ് ഇന്ത്യയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത് കൂടാതെ തന്നെ, കാരണം ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്, ഇന്ത്യ സോവറൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയുന്നത്, ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രം പ്രൊവൈഡ് ചെയ്ത് തരുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടി എവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലിബർട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രട്ടേണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ രാഷ്ട്രം നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാർക്കും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതിയാണ്. അപ്പൊ നീതി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രം നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പുവരുത്തുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്നാണ് നീതി എന്ന് പറയുന്ന ലക്ഷ്യം. അതായത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ 3 ജസ്റ്റിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോഷ്യൽ ആകുമ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള ഒരു നീതി, അതായത് സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു നീതി. അതുപോലെ തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള ജസ്റ്റിസ്. എക്കണോമിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ല, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ മിഡിൽ ക്ലാസ്സിനോ ഇല്ലാത്ത വേർതിരിവുകൾ ഇല്ല എന്നുള്ളതാണ് എക്കണോമിക് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇപ്പോൾ പൊളിറ്റിക്കലി ഒരു കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു പൊളിറ്റിക്സിലും ഇല്ലാത്ത ഒരാൾ, അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നീതി ഉറപ്പാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ധർമ്മമാണ്. അതുപോലെ തന്നെ ലിബർട്ടി എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യാം. സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യമല്ല. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം രാഷ്ട്രം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇന്ത്യൻ പൗരന്മാർക്ക്. കാരണം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നില്ല? രാഷ്ട്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ചില ലിമിറ്റുകൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അവൻ അർഹിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ജീവിക്കാനും നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കാനും ഒക്കെ ഉള്ളൊരു അവകാശം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വസ്ഥമായി ജീവിക്കുമ്പോഴോ സഞ്ചരിക്കുമ്പോഴോ
ഒന്നും ബാക്കിയുള്ളവരുടെ സ്വത്തിനോ അവരുടെ ജീവിതത്തിനോ ഒന്നും ഹാനികരമല്ലാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം ആര് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്? അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് രാഷ്ട്രത്തിന്റെ ദൗത്യമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഇക്വാളിറ്റി. ഇക്വാളിറ്റി അഥവാ സമത്വം. സമത്വം നേരത്തെ പറഞ്ഞ പോലെ ജാതിയുടെയോ വർഗത്തിന്റെയോ മതത്തിന്റെയോ ജെൻഡറിന്റെയോ പണത്തിന്റെയോ ഒന്നും പേരിലുള്ള വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ആശയമാണ് സമത്വത്തിലൂടെ രാഷ്ട്രം ഉറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന മറ്റൊരു കാര്യമാണ് ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്നത്. ഫ്രെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ സാഹോദര്യം, എല്ലാവരും ഒരു 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 കുടക്കീഴിൽ, സഹോദര തുല്യനായി ഒരു കുടക്കീഴിൽ കഴിയുക എന്നുള്ള ഒരു ആശയമാണ് ഫ്രെറ്റേണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇതെല്ലാം ഒരു പൗരന് രാഷ്ട്രം പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് എന്ന് ആമുഖത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി മൂന്നാമത്തെ ഫേസിൽ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ മാത്രമാണ്. അതായത് നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ ഒരേ ഒരു വർഷം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതേതാണ്? 1949 നവംബർ 26 എന്ന് പറയുന്ന ഒരു ഒറ്റ ഡേറ്റ് മാത്രമേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഡേറ്റ് മാത്രമേ നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആ ഡേറ്റ് എന്താണ്? ആ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സായ വർഷം, അതായത് ഭരണഘടന പാസ്സായ വർഷം. ഇന്ത്യ റിപ്പബ്ലിക് ആയതും അതുപോലെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വന്നതും എന്ന് പറയുന്നത് 1950 ജനുവരി 26-നാണ്. പക്ഷേ 1949 നവംബർ 26-നാണ് അത് പാസ്സായത്. അപ്പൊ ആ പാസ്സായത് ആ ഒരു ഡേറ്റ് മാത്രമേ നമ്മുടെ പ്രിയാമ്പിളിൽ അഥവാ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ ഡേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തില് നമുക്കൊരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ആമുഖം അഥവാ പ്രിയാമ്പിൾ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തില് ആമുഖം അഥവാ പ്രിയാമ്പിൾ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആശയങ്ങൾ വന്നു. അതായത് ആദ്യം ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അല്ലായിരുന്നു. അങ്ങനെ അല്ല എന്ന് വാദിക്കുന്ന കേസാണ് 1960-ലെ ബാർബാരി കേസ് എന്ന് പറയുന്നത്. അപ്പൊ 1960-ലെ ബാർബാരി കേസ് അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പാർട്ട് അല്ല ആമുഖം എന്നാണ് ആ കേസ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ആ പ്രിയാമ്പിളിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഭേദഗതികളും വരുത്താനായിട്ട് പറ്റില്ല. അതായത് അതിനകത്ത് വ്യത്യാസങ്ങൾ വരുത്താനോ അമെൻഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 എന്താണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആമുഖം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതാണ് 1960-ലെ ബാർബാരി കേസൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി മാറണം എന്ന ആവശ്യത്തോടു കൂടി 1973-ലെ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കേസ്, അതായത് കേശവാനന്ദ ഭാരതി കേസ് 1973-ല് കൊടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ പറയുന്നത് ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതികൾ വരുത്താം അല്ലെങ്കിൽ തിരുത്തലുകൾ വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973-ല്. അപ്പൊ ഈ കേശവാനന്ദ ഭാരതി കേസ് വന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റി? ഈ പറയുന്ന പ്രിയാമ്പിൾ അഥവാ ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി മാറുകയും ഈ ആമുഖത്തിൽ ഭേദഗതികൾ വരുത്താനായിട്ട് പറ്റും. ഭേദഗതികൾ വരുത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഭേദഗതികൾ എന്ത് ചെയ്യാൻ പറ്റും? വരുത്താനും പറ്റും. അത്തരത്തിലുള്ള ഒരു ബേസിക് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നത് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസാണ്. ഇനി അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറൽ ഡോക്യുമെന്റ് എന്നാണ് പ്രിയാമ്പിളിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ബേസിക് സ്ട്രക്ചറൽ ഡോക്യുമെന്റ് ഇൻ പ്രിയാമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് ഏതാണ്? ആ കേശവാനന്ദ ഭാരതി കേസാണ്. 1973-ലെ കേശവാനന്ദ ഭാരതി കേസിനെയാണ് നമുക്ക് ബേസിക് സ്ട്രക്ചറൽ ഡോക്യുമെന്റ് ഇൻ പ്രിയാമ്പിൾ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പൊ നിലവിൽ 1973-ന് ശേഷം പ്രിയാമ്പിളിൽ ഭേദഗതികൾ വരുത്താം അല്ലെങ്കിൽ ആമുഖത്തിൽ ഭേദഗതികൾ വരുത്താം എന്നുള്ള കാര്യത്തിലേക്ക് എത്തി. അതിനുശേഷം ഒരു തവണ മാത്രമാണ് നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആ ഭേദഗതി ചെയ്തതെന്ന് പറഞ്ഞാൽ 1976-ലാണ് ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ 1976-ല് 42-ാമത് ഭരണഘടനാ ഭേദഗതിയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഈ 42-ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭേദഗതി ചെയ്തത്. ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികളുണ്ട്. അപ്പോൾ ഓരോ നമ്പറായിട്ട് ഭേദഗതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾസ് അഥവാ ഭേദഗതികൾ, അമെൻമെന്റ്സ് എന്നൊക്കെ ഉള്ളൊരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭേദഗതികളെ പറ്റിയിട്ടൊക്കെ പഠിക്കും. ഈ 42 എന്ന് പറയുന്ന നമ്പറിലുള്ള ഭേദഗതി അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഭേദഗതികൾ നടന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത് ചെയ്തത്? പ്രിയാമ്പിളിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ആമുഖത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് ആദ്യമായിട്ട് നടന്ന ഭേദഗതി എന്ന് പറയുന്നത്. ആ ഭേദഗതി നടപ്പിലാക്കിയത് അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രസിഡന്റ് ആയിട്ട് നിന്നത്.
അപ്പോൾ ഈ ഭേദഗതി പ്രകാരം 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി പ്രകാരം ആഡ് ചെയ്യപ്പെട്ട ചില വാക്കുകളുണ്ട്. അതായത് സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ്, അതുപോലെ സെക്കുലാർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ പ്രിയാമ്പിളിൽ അഥവാ ആമുഖത്തിൽ ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു, നേച്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, സെക്കുലാർ എന്ന് പറയുന്ന വാക്കുണ്ട്. അതുപോലെ ഇന്റഗ്രിറ്റി എന്നുള്ളൊരു വാക്ക് കൂടി നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ ആഡ് ചെയ്തു. ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976 അത് നടപ്പിലാക്കിയത്. എന്നാൽ ആ ഭേദഗതി ഒഫീഷ്യലി നിലവിൽ വന്നത് 1977 ജാനുവരി 3-നാണിത് ഒഫീഷ്യലി നിലവിൽ വന്നത്. 76 ഭേദഗതി നടത്തി 77 ജനുവരി 3-ലാണ് ഭേദഗതി എന്ത് ചെയ്തത്? ആമുഖത്തിലെ ഭേദഗതി നിലവിൽ വന്നതെന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ തവണ മാത്രമേ എന്ത് ഭേദഗതി ചെയ്തിട്ടുള്ളൂ? ഈ പറയുന്ന പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ എന്ത് ചെയ്തു? ഭരണഘടനയുടെ ആമുഖത്തിൽ അഥവാ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റും. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പ്രിയാമ്പിളിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തരും പ്രിയാമ്പിളിനെ പല രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഒന്നാമത്തത് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചതും, അതുപോലെ കീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് താക്കോലാണ് എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതായത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചു, അതായത് ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചു, അല്ലെങ്കിൽ ഹൃദയം, അതായത് സോൾ, ആത്മാവ് എന്ന് ഉദ്ദേശിച്ചാൽ മതി, സോൾ എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ താക്കോലാണെന്ന് വിശേഷിപ്പിച്ചു, കീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയിലേക്കുള്ള താക്കോലാണ്. ഈ രണ്ട് വിശേഷണങ്ങൾ നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഈ രണ്ട് വിശേഷണങ്ങൾ നടത്തിയത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വിശേഷണമാണ് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത്, രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. അതായത് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് അഥവാ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. അടുത്തത് ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിശേഷിപ്പിച്ചത്, ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു, ഹാർട്ട് ആൻഡ് സോൾ, ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. താക്കൂർദാസ് ഭാർഗവാണ് ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചു, അതായത് ഇന്ത്യയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയൽ കാർഡ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് പൽക്കിവാലയാണ്. അതുപോലെ തന്നെ അടുത്തൊരു വിശേഷണമാണ് കീനോട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കീനോട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്, അതായത് ആമുഖം ഭരണഘടനയുടെ രക്തചുരുക്കമാണ് എന്ന് വിശേഷിപ്പിച്ചു. ആമുഖം ഭരണഘടനയുടെ രക്തചുരുക്കമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബേക്കർ ആണ് അത്തരത്തിൽ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള വിശേഷണമാണ് നമ്മുടെ ആമുഖം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിന് പറയാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആമുഖം അഥവാ പ്രിയാമ്പിള് നോൺ ജസ്റ്റിസിബിൾ ആണ്. നോൺ ജസ്റ്റിസിബിൾ ആണ് എന്ന് പറയുന്നത് എന്താണ്? നീതിയുക്തമല്ല, അതായത് നമുക്ക് നിയമം മൂലം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ പറയുന്ന പ്രിയാമ്പിൾ അഥവാ ആമുഖം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം വരികയാണ്, അപ്പോൾ അത് നമ്മൾ പറയാണ് പ്രിയാമ്പിൾ ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോടതിയെ സമീപിക്കാനോ അതിനെതിരെ നമുക്ക് പോകാനോ പറ്റത്തില്ല, നിയമസാധ്യതകൾ തേടാനായിട്ട് പറ്റത്തില്ല. അതായത് നോൺ ജസ്റ്റിസിബിൾ ആണ്, നിയമം മൂലം നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അത് നേടിയെടുക്കാൻ പറ്റുന്ന മറ്റു മാർഗ്ഗങ്ങളുണ്ട്. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള അവകാശങ്ങളുണ്ട്, അതൊക്കെ ഈ നീതി ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ അങ്ങോട്ട് പറയും. പക്ഷേ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്, സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാം. അപ്പോൾ പ്രിയാമ്പിൾ നോൺ ജസ്റ്റിസിബിൾ ആണ്, കാരണം നമുക്ക് നിയമം മൂലം നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് പറയുന്ന ഐഡിയ.